ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 12 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. വിധിഹീനമസൃഷ്ടാനം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം, യജ്ഞവിധിപ്രകാരമല്ലാതെയും അസൃഷ്ടാന്നം, അന്നദാനം കൂടാതെയും മന്ത്രഹീനം, മന്ത്രമില്ലാതെയും അദക്ഷിണം, ദക്ഷിണ നൽകാതെയും ശ്രദ്ധാവിരഹിതം, അശ്രദ്ധമായും വിശ്വാസം ഇല്ലാതെയും യജ്ഞം, ഉള്ള യജ്ഞം താമസം പരിചക്ഷതേ, താമസികമായി ഗണിക്കപ്പെടുന്നു. വേദയജ്ഞവിധിപ്രകാരമല്ലാതെയും അന്നദാനം കൂടാതെയും വേദമന്ത്രങ്ങളില്ലാതെയും ഗുരുദക്ഷിണ നൽകാതെയും അശ്രദ്ധമായും വിശ്വാസപൂർണമല്ലാതെയും ചെയ്യുന്ന യജ്ഞങ്ങൾ താമസികമായി ഗണിക്കപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. യജ്ഞവിധിപ്രകാരമല്ലാതെ, അതായത് യജ്ഞങ്ങൾക്ക് വേദങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്. ആ യജ്ഞവിധിപ്രകാരമല്ലാതെ, മന്ത്രവിധികളില്ലാതെ, ഓരോ യജ്ഞങ്ങൾക്കും ചില മന്ത്രവിധികളുണ്ട്. ഈശ്വരനാമം ഉച്ചരിച്ചു കൊണ്ടുള്ള മന്ത്രവിധികളുണ്ട്. അത്തരത്തിലുള്ള ഈശ്വര നാമം ഉച്ചരിക്കാതെ, മന്ത്രവിധികളില്ലാതെ, പ്രസാദ വിതരണമില്ലാതെ, അഥവാ സാധുക്കൾക്ക് അന്നദാനം നൽകാതെ, അതുപോലെ ഗുരുദക്ഷിണ, ആചാര്യദക്ഷിണ ഇവയൊന്നും നൽകാതെ വിശ്വാസരഹിതമായി അശ്രദ്ധമായി കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങൾ യജ്ഞം എന്ന് പറഞ്ഞുകൂടാ. അവയെല്ലാം താമസിക കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് കൂടോത്രം പോലെ ഉള്ള ക്ഷുദ്രകർമ്മങ്ങൾ, അതെല്ലാം ഇത്തരത്തിലുള്ള കർമ്മങ്ങളാണ്. മറ്റുള്ളവർക്ക് നാശം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഘോരകർമ്മങ്ങൾ, ദുഷ്ടകർമ്മങ്ങളാണ് ഇവയൊക്കെ. ഇവയൊന്നും യജ്ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ സ്വന്തം ജീവിതമാർഗമായി ഇത്തരം ഹീനകർമ്മങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഇത്തരം ഘോരകർമ്മങ്ങൾക്കായി നടക്കുന്നവരുണ്ട്. അതുപോലെ മൃഗഹിംസ തൊഴിലാക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കരാറെടുത്തവരുണ്ട്. അതായത് കൊട്ടേഷൻ സംഘങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ മോഷണം, കള്ളക്കടത്ത് ഇവ തൊഴിലാക്കുന്നവർ, ഇവരെല്ലാം ഓരോ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇവയെല്ലാം താമസികമായ കർമ്മങ്ങളാണ്. അവയൊന്നും ലോകനന്മയ്ക്ക് ഉതകുന്നതല്ല, ലോകനാശത്തിന് വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് താമസിക സ്വഭാവമുള്ളതാണ് ഇത്തരം കർമ്മങ്ങൾ. താമസിക സ്വഭാവമുള്ളവരാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതും. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. നമ്മൾ ഏതു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും യജ്ഞവിധി പ്രകാരം വേണം ചെയ്യാൻ. അതിൽ ഈശ്വരനാമം, മന്ത്രവിധികൾ ഉണ്ടായിരിക്കണം, പ്രസാദ വിതരണം ഉണ്ടായിരിക്കണം, സാധുക്കൾക്ക് അന്നദാനം. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. പ്രസാദ വിതരണമാണത്. അന്നദാനം എന്ന് പറയുന്നത് മഹാദാനമാണ്. ഒരു മനുഷ്യനെ ഭക്ഷണത്തിൽ കൂടി മാത്രമേ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയായി, ഇനി വേണ്ട എന്ന് പറയും. മറ്റെന്ത് കൊടുത്താലും, ധനമോ സമ്പത്തോ സ്വർണമോ എന്തു കൊടുത്താലും മതി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ
ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും മതി, തൃപ്തിയായി എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മയജ്ഞങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് അന്നദാനം അഥവാ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. അത് വലിയൊരു ദാനം തന്നെയാണ്. അതതിൻ്റെ വിധിപ്രകാരം വേണം ചെയ്യുവാൻ. അപ്പോൾ ഇതുപോലെ വിധിപ്രകാരമല്ലാതെ, ഈശ്വര ഭാവം അതിൽ ഇല്ലാതെ, അത് ചെയ്യുന്ന ഗുരുജനങ്ങൾക്ക് ദക്ഷിണ നൽകാതെ, അന്നദാനം ചെയ്യാതെ ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ താമസിക കർമ്മങ്ങളാകുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.